അസ്സലാമു അലൈക്കും. ഇന്നത്തെ മൈമൂൻസ് കിച്ചൺ റെസിപ്പി ഒരു കഞ്ഞിയാണ്. മെഡിസിനൽ വാല്യൂ ഉള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നോമ്പ് കഞ്ഞി അല്ലെങ്കിൽ ജീരക കഞ്ഞി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ്. ഇതൊരു അര ഗ്ലാസ് ജീരകശാല റൈസ് വെള്ളത്തിലേക്കിട്ട് കഴുകിയ ശേഷം അരമണിക്കൂർ കുതിർക്കാൻ വെക്കുക. അരിയുടെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കുതിരാൻ വെക്കാം. ഇനി അത് നന്നായി കഴുകിയ ശേഷം കുക്കറിലേക്ക് മാറ്റി 2.5-3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതൊരു 2-3 വിസിലിന് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ചോറ് വേവുന്ന സമയം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് അരമുറി തേങ്ങ, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കുഞ്ഞുള്ളി എന്നിവ ചേർത്ത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നന്നായി നമുക്ക് അരച്ചെടുക്കാം. ഇനി വേവിക്കാൻ വെച്ച റൈസ് 2 വിസിലിന് ശേഷം തുറന്നു നോക്കി വെന്തില്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഇതൊരു വിസിലിന് കൂടെ നമുക്ക് വേവിച്ചെടുക്കണം. നന്നായി വെന്ത് വരണം ഇത്. ഇനി നന്നായി ഇത് ഉടച്ചെടുത്ത ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരപ്പും ചേർത്ത് നന്നായി മിക്സ് ആക്കാം. മിക്സി കഴുകിയ വെള്ളം ഒഴിച്ച് നമുക്കിത് ചൂടാക്കാനായി വെക്കാം. തേങ്ങയുടെ അരപ്പും റൈസും നന്നായി ഒന്ന് പിടിച്ചു വരാനായി മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെക്കാം. ചിലരിതിൽ ഉപ്പ് ചേർക്കാതെയാണ് കഴിക്കാറ്. അപ്പം ഞാനിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ആക്കിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഈ കഞ്ഞിയിലേക്ക് നമുക്ക് ഉള്ളി പൊട്ടിച്ചൊഴിക്കാം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് 2-3 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് നന്നായി ചൂടാക്കുക. ചൂടായ ശേഷം അതിലേക്ക് നേർമയായ അരിഞ്ഞ അരമുറി സവാള ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്ത് കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റിയായ ജീരക കഞ്ഞി ഇവിടെ തയ്യാറായി. ഈ കഞ്ഞി കൂടുതലായി കട്ടിയായി വരുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതിൻ്റെ തിക്നെസ് നമുക്ക് കുറച്ചെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയായ ജീരക കഞ്ഞി ഇവിടെ തയ്യാറായി. നോമ്പിന് വളരെ സ്പെഷ്യലായ ഈ കഞ്ഞി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.